നമസ്കാരം. രാവിലെ ആരംഭിക്കുകയാണ്. മന്ത്രി വീണ ജോർജിനെതിരെ ഇന്നലെ ഉണ്ടായ KSU പ്രതിഷേധം തുടർന്ന് ഇപ്പോൾ മന്ത്രി ICUവിൽ അഡ്മിറ്റായ വിഷയം ഇന്നിപ്പോൾ വിശദമായ പരിശോധനയിലേക്ക് മന്ത്രി കടക്കുകയാണ്. കേരളമെമ്പാടും വ്യാപകമായ പ്രതിഷേധം, അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്ന വാർത്ത കൂടിയുണ്ട്. കോടിയേരിയിലൊക്കെ കോൺഗ്രസ് ഓഫീസിനടക്കം തീയിടുന്ന സംഭവമുണ്ടായി. സംസ്ഥാന വ്യാപകമായി സതീശന്റെ യാത്രയുടെ ഫ്ലക്സുകൾ നശിപ്പിക്കുന്ന പശ്ചാത്തലം. 5 KSU പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് റിമാൻഡിലാണ്. അങ്ങനെ ഒരു മന്ത്രിയെ ആക്രമിച്ചു എന്ന വാർത്ത കേരളമെമ്പാടും അങ്ങനെ പടർന്ന് കത്തുന്ന പശ്ചാത്തലമുണ്ട്. സതീശന്റെ പുതുയുഗ യാത്ര ഇന്ന് നമുക്കറിയാം ആലപ്പുഴ ജില്ലയിലാണ്. യാത്രയുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷയിലാണ് ആ യാത്ര ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ ഇന്നുണ്ടായേക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മറ്റൊന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനം തുടരുകയാണ്. ഇന്നലെയാണ് ഇസ്രായേൽ പാർലമെന്റിനെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുകയും ഭീകരതയ്ക്കെതിരെ ഒരുമിച്ച് നിൽക്കും എന്നുള്ള വാഗ്ദാനം ഇസ്രായേൽ നൽകുകയും ചെയ്തത്. മോദിയെ സഹോദരൻ എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ലോകം ചർച്ച ചെയ്യുന്ന ഒരു സന്ദർശനമായി ഇത് മാറിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. നമുക്ക് വിശദമായി തന്നെ വാർത്തകളിലേക്ക് കടക്കാം. അതിനു മുൻപ് തലക്കെട്ടുകൾ. മന്ത്രി വീണ ജോർജിന് നേരെയുള്ള പ്രതിഷേധത്തിൽ 5 KSU പ്രവർത്തകർ റിമാൻഡിൽ. സംഘർഷത്തിന് പിന്നാലെ കണ്ണൂരിൽ അക്രമം. കോടിയേരിയിൽ കോൺഗ്രസ് ഓഫീസിൽ തീയിട്ടു. മന്ത്രിക്ക് ഇന്ന് പരിയാരത്ത് വിദഗ്ധ പരിശോധന. നരേന്ദ്രമോദി ബെഞ്ചമിൻ നെതന്യാഹു കൂടിക്കാഴ്ച ഇന്ന്. ഇസ്രായേലുമായി പ്രതിരോധ മേഖലയിൽ കരാറുകൾ ഒപ്പിടും. ഇസ്രായേൽ പ്രസിഡന്റുമായും കൂടിക്കാഴ്ച. സെനറ്റ് നസറ്റിനെ അഭിസംബോധന ചെയ്ത് മോദി. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇസ്രായേലിനൊപ്പമെന്ന് പ്രഖ്യാപനം. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കോൺഗ്രസിന്റെ ഭവന പദ്ധതിക്ക് ഇന്ന് രാഹുൽ ഗാന്ധി തറക്കല്ലിടും. മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന ആദ്യഘട്ട വീടുകളുടെ താക്കോൽദാനം മറ്റന്നാൾ. കാരുണ്യ ഫാർമസി വഴി ജീവൻ രക്ഷാ മരുന്നില്ല. ഇടുക്കി ജില്ലയിലെ കിഡ്നി രോഗികൾ പ്രതിസന്ധിയിൽ. പുറത്തുനിന്ന് മരുന്ന് വാങ്ങുന്നത് 4 ഇരട്ടി വിലയ്ക്ക്. T20 ലോകകപ്പിൽ ഇന്ത്യക്ക് ഇന്ന് നിർണായക മത്സരം. ഇന്ത്യ സിംബാബ്വെ പോരാട്ടം വൈകിട്ട് 7-ന് ചെന്നൈയിൽ. ടീമിൽ മാറ്റങ്ങൾക്ക് സാധ്യത. ഇന്നലെയാണ് മന്ത്രി വീണ ജോർജിന് നേരെ കണ്ണൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് KSU പ്രവർത്തകർ പ്രതിഷേധിച്ചത്. തുടർന്ന് മന്ത്രിക്ക് പരിക്കേൽക്കുന്ന സംഭവവികാസങ്ങൾ ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് 5 KSU പ്രവർത്തകർ ഇപ്പോൾ റിമാൻഡിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇവർ റിമാൻഡിൽ കഴിയുകയാണ്. KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത പശ്ചാത്തലം കൂടിയുണ്ട്. അത്തരം വകുപ്പുകൾ ഇവർക്ക് നേരെ ചുമത്തിയിട്ടുണ്ട്. മന്ത്രിയുടെ വാഹനത്തിന്റെ ഫ്ലാഗ് പോസ്റ്റ് നശിപ്പിച്ചതിൽ 6 യൂത്ത് ലീഗ് പ്രവർത്തകരും റിമാൻഡിലാണ്. സംസ്ഥാനത്ത് പലയിടത്തും ഇതുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടായി. വ്യാപകമായി VD സതീശന്റെ നവയുഗ യാത്രയുടെ പോസ്റ്ററുകൾ നശിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. കോൺഗ്രസ് പൂർണ്ണമായും KSUവിനെ പ്രവർത്തകരെ പിന്തുണച്ചിട്ടാണ് രംഗത്ത് വന്നത്. K സുധാകരൻ ഒപ്പം KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ് ഒപ്പം അത്തരം ആക്രമണം ഉണ്ടായിട്ടില്ല എന്ന് തുടർച്ചയായി പറയുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇത് വെറും നാടകമാണ് എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും വിശേഷിപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. ദൃശ്യങ്ങളിലും നമുക്ക് അക്രമം ഉണ്ടായോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവിടണം എന്നാണ് ഇപ്പോൾ ആവശ്യം ഉയർന്നിരിക്കുന്നത്. കോടിയേരിയിൽ കോൺഗ്രസ് ഓഫീസിന് തീയിട്ടു. അതേസമയം മന്ത്രിക്ക് ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ വിദഗ്ധ പരിശോധന നടത്തുന്ന പശ്ചാത്തലമുണ്ട്. തിരുവനന്തപുരം അടക്കമുള്ള പല സ്ഥലങ്ങളിൽ. തിരുവനന്തപുരത്ത് സതീശന്റെ യാത്രയുടെ ഓഫീസിന്റെ നേരെ അക്രമമുണ്ടായി. ഇന്നലെ രാത്രി വൈകി കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളൊക്കെ ഇറങ്ങിയുള്ള പ്രതിഷേധം തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. K മുരളീധരനടക്കം ഇതിന് നേതൃത്വം നൽകുന്ന സാഹചര്യമുണ്ടായി. സംസ്ഥാന വ്യാപകമായി CPMന്റെ പ്രതിഷേധ പരിപാടികൾ ഇന്നലെ രാത്രിയിൽ ഉടനീളമുണ്ടായിരുന്നു. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ഇപ്പോൾ ഈ പ്രവർത്തകർക്ക് നേരെ ചുമത്തിയ പശ്ചാത്തലം ഏറെ നിർണായകമാണ്. അത്തരത്തിൽ വലിയ സംഘർഷത്തിലെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് ഇത്തരത്തിൽ മന്ത്രിക്ക് നേരെ ഒരു പ്രതിഷേധം, അത് പിന്നെ അക്രമത്തിലേക്ക് കലാശിക്കുക,
പിന്നീട് അത് പരിക്കേറ്റ് മന്ത്രി ICUവിൽ കിടക്കുക എന്നുള്ളത് അത്ര അപ്രതീക്ഷിതമായ സംഭവമാണ്, അപൂർവമായ സംഭവമാണ്. ഏതായാലും അത് ഒരുപക്ഷേ സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഗതി തന്നെ മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വീണ ജോർജിനെതിരെ സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്ന ചികിത്സാ അനാസ്ഥയ്ക്കെതിരെയുള്ള പ്രതിഷേധം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് കണ്ണൂരിലെ പ്രതിഷേധം അതിരുവിടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്. അത് CPM ഏറ്റെടുത്തിരിക്കുന്നു. പ്രതിരോധിക്കാൻ CPM ഇറങ്ങിയിരിക്കുന്നു. കാണുന്ന ദൃശ്യങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ യാത്രകൾ, സതീഷിൻ്റെ യാത്രകളുടെ ഫ്ലക്സുകൾ നശിപ്പിക്കുന്നു. കോൺഗ്രസിൻ്റെ പതാകകൾ തീയിടുന്ന സാഹചര്യമുണ്ടാകുന്നു. അങ്ങനെ അക്രമം ഒപ്പം പ്രതിരോധമൊക്കെയായി ഈ വിഷയം അങ്ങനെ കത്തിപ്പടരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. സുമേഷ് മൊറാഴ വിവരങ്ങളുമായി ചേരും. സുമേഷ്, ഇന്നലെ രാത്രിയിൽ ഉടനീളം വലിയ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു കണ്ണൂരിൽ നിന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സാഹചര്യം? പോലീസൊക്കെ വലിയ ജാഗ്രതയിലായിരിക്കും. വീണ ജോർജിന്റെ ആരോഗ്യനില സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ? രഞ്ജിത്ത്, മന്ത്രിയെ ആക്രമിച്ചതിന് പിന്നാലെ ഇന്നലെ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ അക്രമ പരമ്പരകൾ ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നലെ നടന്ന ഈ സംഭവത്തിൽ 5 KSU പ്രവർത്തകർ ഇപ്പോൾ റിമാൻഡിലാണ്. അതിൽ വധശ്രമം ഉൾപ്പെടെ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് MC അബ്ദുൽ ഉൾപ്പെടെ 5 പ്രവർത്തകരാണ് ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നത്. ഇവർക്കെതിരെ 11 വകുപ്പുകൾ ചേർത്തു എന്നാണ് FIR പറയുന്നത്. രാത്രി 2 മണിയോടെ ജഡ്ജിയുടെ വസതിയിൽ ഹാജരാക്കുകയും പുലർച്ചെ 4 മണിക്ക് ഇവരെ സബ് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ആദ്യം ടൗൺ പോലീസാണ് ഇന്നലെ ഇവരെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് റെയിൽവേ പോലീസിന് കൈമാറുകയുമായിരുന്നു. അങ്ങനെ റെയിൽവേ പോലീസാണ് ഇവർക്കെതിരെ 11 വകുപ്പുകൾ ചേർത്തത്. അതിൽ FIR പറയുന്നത് മന്ത്രിയെ കൊല്ലാനുള്ള ലക്ഷ്യത്തോടു കൂടി ആയുധം ഉപയോഗിച്ച് കഴുത്തിന് മുറിവേൽപ്പിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ FIR പരാമർശിച്ചിരിക്കുന്നത്. പിന്നീട് യൂത്ത് ലീഗിന്റെ പ്രതിഷേധവും ഇന്നലെ കണ്ണൂരുണ്ടായിരുന്നു. അതിനിടയിൽ ഈ മന്ത്രിയുടെ വാഹനത്തിലെ ഫ്ളാഗ് പോസ്റ്റ് തകർത്തു എന്ന കുറ്റം ചുമത്തിക്കൊണ്ട് ഈ 6 യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. ഇവരും ഇപ്പോൾ റിമാൻഡിലാണ്. തുടർന്ന് ഇന്നലെ രാത്രി ഈ കോടേരി പാറായിൽ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസിന് തീയിടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഫയർഫോഴ്സ് എത്തിയാണ് ഈ ഓഫീസിന്റെ തീ അണച്ചത്. ഏതായാലും ജില്ലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ പോലീസ് നൽകിയിട്ടുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിലും ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുള്ളത്. ഏതായാലും മന്ത്രിയെ ഈ വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി രാത്രി 9 മണിയോടുകൂടി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ പോലീസിന് കനത്ത ജാഗ്രതാ നിർദ്ദേശം നിലവിൽ പോലീസിന് നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾക്ക് കാവൽ ഏതായാലും നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രഞ്ജിത്ത്, ഈ മന്ത്രി ഇപ്പോൾ വിദഗ്ധ ചികിത്സയിലാണ്. ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. സുമേഷ്, ഇന്നലെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നു. മന്ത്രിക്ക് വിദഗ്ധ പരിശോധന വേണമെന്ന് തന്നെയാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. നമുക്കറിയാം MRI സ്കാനിംഗ് ഉൾപ്പെടെ നടത്തി ആവശ്യമായ ചികിത്സ നൽകാൻ മെഡിക്കൽ ബോർഡ് തീരുമാനിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മന്ത്രിയെ മാറ്റിയിട്ടുണ്ട്. ആദ്യം കണ്ണൂർ ജില്ലാ ആശുപത്രിയിലായിരുന്നു. 5.5 മണിക്കൂറിലേറെയാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ മന്ത്രി കഴിഞ്ഞത്. അതിനുശേഷം രാത്രി കൂടുതൽ പരിശോധനകൾക്കായാണ് പരിയാരത്തേക്ക് മാറ്റിയത്. അപ്പോൾ ഇന്നിപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം അത്തരം നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അല്ലേ? കൂടാതെ വിവിധ മന്ത്രിമാരടക്കം VIP-കൾ മന്ത്രിയെ സന്ദർശിക്കാനായി എത്തുന്നുമുണ്ടെന്ന് കരുതാം. തീർച്ചയായും രഞ്ജിത്ത്, ഇന്നലെ വൈകിട്ട് ഏകദേശം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 5.5 മണിക്കൂറിലേറെ ജില്ലാ ആശുപത്രിയിൽ മന്ത്രിയെ പരിശോധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെ വിദഗ്ധ പരിശോധന ആവശ്യമുണ്ട് എന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന
ഒരു സ്ഥിതി ഉണ്ടായത്. CT സ്കാൻ ഉൾപ്പെടെ മന്ത്രിക്ക് ആവശ്യമുണ്ട്. അതിനുൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഇപ്പൊ നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ഉണ്ട്. അപ്പോൾ അത് അത്തരം ഇതിനു വേണ്ടി അത്തരം സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന ഒരു സംഭവം ഉണ്ടായത്. ഏതായാലും വിദഗ്ധ സംഘം ഇന്ന് രാവിലോടുകൂടി മന്ത്രി പരിശോധിക്കുന്ന രീതി ഉണ്ടാവും. ഏതായാലും ഇന്നലത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം കഴുത്തിന് നല്ല രീതിയിലുള്ള പരിക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അത്തരം പരിശോധനകളൊക്കെ പൂർത്തീകരിച്ച് വേണം ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഡോക്ടേഴ്സിനെ കടക്കുന്നതിന് വേണ്ടി. ഏതായാലും മന്ത്രിയുടെ ആരോഗ്യനിലയിൽ ഇപ്പൊ മറ്റുള്ള പ്രയാസങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. മന്ത്രി ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. അവിടെ വിദഗ്ധ ചികിത്സയുണ്ടാകും, MRI സ്കാൻ അടക്കം നടത്തും. അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും തീവ്രപരിചരണ വിഭാഗത്തിൽ മന്ത്രി ഇന്നലെ 5 മണിക്കൂറോളം ചികിത്സയിൽ കഴിഞ്ഞു. അതിനുശേഷമാണ് ആശുപത്രി മാറ്റുന്ന പശ്ചാത്തലം ഉണ്ടായത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരേണ്ടതുണ്ട്. KSU പ്രവർത്തകർ റിമാൻഡിലാണ്. ഒപ്പം യൂത്ത് ലീഗ് പ്രവർത്തകരും ഇതുമായി ബന്ധപ്പെട്ട റിമാൻഡിൽ കഴിയുന്ന പശ്ചാത്തലമുണ്ട്. വിവിധ വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അപൂർവമായി നടക്കുന്ന ഒരു അക്രമ സംഭവം സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഗതി തന്നെ ഒരുപക്ഷെ നമുക്കറിയാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സർക്കാർ വിവിധ ആരോപണങ്ങളുടെ നിഴലിൽ കൂടിയാണ്. ഡേറ്റ ചോർച്ച അടക്കമുള്ള വിഷയങ്ങളുണ്ട്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ വലിയ അനാസ്ഥയുണ്ട്. ഇതിൻ്റെയൊക്കെ ഗതി മാറ്റിവിടുന്ന വിധത്തിലുള്ള ഒരു സംഭവമായി ഇത് മാറുന്ന ഒരു പശ്ചാത്തലം കൂടി കാണുന്നുണ്ട്. ഏതായാലും അന്വേഷണം വരണം. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ട സാഹചര്യമുണ്ട്. സുമേഷ് മോറാഴയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഇതിനിടെ ഡോക്ടർമാരുടെ സമരം പുരോഗമിക്കുകയാണ്. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാൻ ഇന്ന് വകുപ്പുകൾ തമ്മിലുള്ള ഉന്നതതല ചർച്ച നടത്താൻ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. ധനകാര്യമന്ത്രിയും ധനകാര്യ വകുപ്പ് സെക്രട്ടറിമാരും ചർച്ചയിൽ പങ്കെടുക്കുന്ന പശ്ചാത്തലമുണ്ട്. വകുപ്പുകൾ തമ്മിലുള്ള ആലോചനയ്ക്ക് ശേഷമാകും KGMCTA പ്രതിനിധികളുമായി സർക്കാർ ചർച്ച നടത്തുക. അതേസമയം KGMCTA നടത്തിവരുന്ന OP ബഹിഷ്കരണവും സമരപരിപാടികളും തുടരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കോൺഗ്രസിന്റെ ഭവന പദ്ധതിക്ക് ഇന്ന് ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തറക്കല്ലിടും. കേന്ദ്ര സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. 1ാം ഘട്ട ഗുണഭോക്താക്കൾക്ക് 6 മാസത്തിനുള്ളിൽ വീടുകൾ കൈമാറുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ആദ്യഘട്ട ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാർ വീട് കൈമാറാനിരിക്കെയാണ് വീട് നിർമ്മാണത്തിന് കോൺഗ്രസ് തുടക്കമിടുന്നത്. 6 മാസ കാലാവധിക്കുള്ളിൽ 1ാം ഘട്ട പദ്ധതി പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. വയനാട്ടിലെ കുന്നംപറ്റയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശിലയിടും. ദുരന്തത്തിൽ നഷ്ടമുണ്ടായ കെട്ടിട ഉടമകൾക്ക് 5 ലക്ഷം വീതം നൽകും. മണ്ണ് പരിശോധന, നീരൊഴുക്ക് പരിശോധന, പാരിസ്ഥിതിക പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. 1100 സ്ക്വയർ ഫീറ്റ് വീടും 8 സെന്റ് സ്ഥലവുമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. സർക്കാർ ലിസ്റ്റിലുള്ളതിന് പുറമേയുള്ളവർക്കും പാടികളിൽ കഴിയുന്നവർക്കും വീടുകൾ ലഭ്യമാക്കും. കോൺഗ്രസ് ജനങ്ങളോട് എന്ത് വാക്ക് പറഞ്ഞു ആ വാക്ക് പൂർത്തിയാക്കും എന്നുള്ളതിന്റെ ഏറ്റവും മനോഹരമായ നിമിഷമാണ് ഇവിടെ കുന്നംപറ്റയിൽ പദ്ധതി വിഭാവനം ചെയ്തതായിരിക്കുന്ന സ്ഥലത്ത് തന്നെ നടക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ഈ ചടങ്ങ്. ഈ ചടങ്ങിലേക്ക് മുഴുവൻ ആളുകളെയും ഞങ്ങൾ പ്രത്യേകം ക്ഷണിക്കുകയാണ്. ഈ ചടങ്ങിൽ വെച്ചുകൊണ്ട് ചൂരൽമല മുണ്ടക്കൈ കെട്ടിട ഉടമകൾ അവർ ഈ ദുരന്തത്തിൽ കെട്ടിടങ്ങൾ സമ്പൂർണ്ണമായി നഷ്ടപ്പെട്ടതായിരിക്കുന്ന ആളുകളാണ്. പല രീതിയിലും ബുദ്ധിമുട്ടേറിയ ആളുകളാണ്. അവർക്ക് മുഴുവൻ 5 ലക്ഷം രൂപ വെച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി കൈമാറുന്ന ചടങ്ങുകൂടെ ഈ ചടങ്ങിൽ വെച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയാണ് അത് ആഗ്രഹിച്ച് നടപ്പിലാക്കുന്നത്. ഈ ചടങ്ങിൽ വെച്ചുകൊണ്ട് അതുകൂടെ കൈമാറാനുള്ള നടപടികൾ ഇതിന്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന ചടങ്ങിൽ പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കളും പങ്കെടുക്കും. ന്യൂസ് 18 വയനാട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന ആദ്യഘട്ട വീടുകളുടെ താക്കോൽ ദാനം ഈ മാസം 28 നടക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ വയനാട് MP പ്രിയങ്ക ഗാന്ധി മുഖ്യ അതിഥിയാക്കും.
വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്കായി മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതിയിലെ ആദ്യഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ആകെ നിർമ്മിക്കുന്ന 105 വീടുകളിൽ 51 വീടുകളുടെ താക്കോൽദാനം ഈ മാസം 28-ന് ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് നടക്കും. ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണം മെയ് മാസത്തോടെ പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് കൈമാറാനാണ് ലക്ഷ്യമിടുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ താക്കോൽദാനം നിർവഹിക്കുന്ന ചടങ്ങിൽ പ്രിയങ്ക ഗാന്ധി MP മുഖ്യാതിഥിയാകും. നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിൻ്റെ സാക്ഷാത്കാരത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആദ്യഘട്ടത്തിൽ 51 വീടുകളുടെ താക്കോൽദാന കർമ്മമാണ് ഈ ഫെബ്രുവരി 28-ന് നിർവഹിക്കാൻ പോകുന്നത്. ലീഗ് നിർമ്മിച്ചു കൊടുക്കുന്ന വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന പ്രദേശത്താണ് അതിനൂതന സൗകര്യങ്ങളോടെ ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 1064 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഓരോ വീടുകളിലും 3 ബെഡ്റൂമുകൾ, ഹാൾ, സിറ്റ് ഔട്ട്, കിച്ചൺ, വർക്ക് ഏരിയ, 2 ബാത്റൂമുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഭാവിയിൽ ഒരു നില കൂടി പണിയാൻ സാധിക്കുന്ന വിധത്തിൽ ശക്തമായ അടിത്തറയോടെയാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മഞ്ചേരിയിലെ നിർമ്മൽ കൺസ്ട്രക്ഷൻ കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല. ഫാൻ, വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ, പൂച്ചട്ടികൾ തുടങ്ങിയവയും ഇതോടൊപ്പം നൽകുന്നുണ്ട്. കൂടാതെ കുടിവെള്ളത്തിന് കിണർ സൗകര്യവും ജലനിധിയുടെ വെള്ളവും ലഭ്യമാക്കും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം നടക്കുന്ന ഇഫ്താർ വിരുന്നോടെയാകും പരിപാടികൾ സമാപിക്കുക. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. ചൂരൽമല ദുരന്ത ബാധിതർക്കുള്ള വീടുകൾ സമയബന്ധിതമായി നിർമ്മിച്ചു നൽകുക എന്നത് ലീഗിന്റെ ഉത്തരവാദിത്തമാണെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. നിർമ്മാണ സമയത്ത് രാഷ്ട്രീയമായി പല തടസ്സങ്ങളും വന്നു. എങ്കിലും സർക്കാർ സംവിധാനങ്ങളെല്ലാം സഹായമായി കൂടെ നിന്നിരുന്നു. സർക്കാരിൻ്റെ ദുരിതബാധിതരുടെ പട്ടികയിൽ നിന്ന് മാത്രമേ ഗുണഭോക്താക്കളെ കണ്ടെത്തിയിട്ടുള്ളൂ. അതിൽ തന്നെ 14 അമുസ്ലിം കുടുംബങ്ങളുണ്ട്. 105 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ ഇനിയും 18 കോടിയോളം രൂപ സമാഹരിക്കേണ്ടതുണ്ട്. അതിനായി ആപ്പ് വഴിയുള്ള ധനസമാഹരണം തുടങ്ങിയെന്നും PMA സലാം ന്യൂസ് 18നോട് പറഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമാണ് നമ്മോടൊപ്പം ചേരുന്നത്. സലാമക്ക, ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വീടുകളുടെ താക്കോൽദാനം സർക്കാർ നിശ്ചയിച്ചതിനെ പരിപാടിയേക്കാൾ നേരത്തെ കൊടുക്കുന്നൊരു സാഹചര്യങ്ങളുണ്ട്. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഇല്ല, ഞങ്ങൾ മറ്റാരെങ്കിലും കൊടുക്കുന്നതിനെതിരായിട്ടോ അവരോടുള്ള വാശിയോടോ ഒന്നല്ല ഞങ്ങൾ പ്രവർത്തനം നടത്തുന്നത്. ഞങ്ങളിത് ജനങ്ങൾക്ക് അന്ന് നൽകിയ വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഞങ്ങളെ കൈയഴിഞ്ഞ് സഹായിച്ചു. ആ സഹായം പൂർണ്ണമായ രൂപത്തിൽ, സുതാര്യമായ രൂപത്തിൽ ചെയ്തു കൊടുക്കേണ്ടുന്ന ബാധ്യത ഞങ്ങളെ പാർട്ടിക്കുണ്ട്. അതാണ് ഞങ്ങൾ നിർവഹിച്ചത്. വളരെ പെട്ടെന്ന് ഞങ്ങളെ ആർക്കിടെക്റ്റ് ടോണിയാണ്, ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു ആർക്കിടെക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഈ 5 മാസത്തിൽ 2 മാസം മഴയായിട്ട് പോയി. സെപ്റ്റംബർ 1-നാണ് ഞങ്ങൾ തറക്കല്ലിട്ടു. അതിനുശേഷം ഞങ്ങൾക്ക് 3 മാസം കൊണ്ടാണ് 51 വീടുകൾ പൂർത്തിയാക്കുന്നത്. എല്ലാ പണികളും കഴിഞ്ഞിട്ട് 1100-നടുത്ത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീട്. അതിൽ തന്നെ എല്ലാ എക്യുപ്മെൻസും നല്ല ഹൈ ക്വാളിറ്റി ഉള്ളത്. അതോടൊപ്പം ഇലക്ട്രിക് കണക്ഷൻ, വാട്ടർ കണക്ഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചത്. ഫർണിച്ചറുകൾ ഞങ്ങൾ കൊടുക്കുന്നു. ഇതൊക്കെയായി 51 വീടുകളുടെ താക്കോൽദാനം ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ച പോലെ 28-ാം തീയതി ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് നിർവഹിക്കുകയാണ്. അതിന് ഞങ്ങൾ ആപ്പിലൂടെ പരസ്യമായി കിട്ടിയത് 36.5 കോടി രൂപയാണ്. അത് ഇപ്പോഴും ആപ്പ് ഓപ്പണാണ്. ജനങ്ങൾക്കറിയാം എത്ര കിട്ടി, ആരൊക്കെ തന്നു, അതിൽ എന്ത് ചെലവഴിച്ചു. ചെലവ് ഞങ്ങൾ ആപ്പിൽ പരസ്യമായിട്ട് കാണിക്കണം. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഞങ്ങൾ പ്രതീക്ഷയിനേക്കാൾ വലിയ വില സ്ഥലത്തിന് കൊടുക്കേണ്ടി വന്നു. അതിനുള്ള കാരണം ഈ ഉരുൾപൊട്ടലിലെ ഇരകൾ അവർക്ക് ഈ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ, അവർ താമസിച്ചിരുന്ന പഞ്ചായത്തിൽ തന്നെ കിട്ടണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിനനുസരിച്ച് മേപ്പാടി പഞ്ചായത്തിൽ തന്നെ മെയിൻ റോഡിൽ, മുട്ടിൽ മേപ്പാടി റോഡാണ്, ആ മെയിൻ റോഡിന് ഓരത്താണ് ഞങ്ങളുടെ സ്ഥലം വാങ്ങിയത്, നിരപ്പായ സ്ഥലം. ആ സ്ഥലത്തിന് സ്വാഭാവികമായും കൂടുതൽ വില കൊടുക്കേണ്ടി വന്നു. പിന്നെ ഞങ്ങളുടെ ടോണിയുടെ ഡിസൈൻ വന്നപ്പോൾ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഏരിയ വന്നു. അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വന്നു, സാധനങ്ങൾക്കുള്ള വില കൂടുതൽ വന്നു. പിന്നെ രജിസ്ട്രേഷൻ്റെ ചാർജ് വന്നു. അതോടൊപ്പം വീടുണ്ടാക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നന്നായി നടന്നു. ഓരോ കുടുംബത്തിനും 15,000 രൂപ വീതം ഞങ്ങൾ കൊടുത്തു. നഷ്ടപ്പെട്ട വ്യാപാരികൾക്ക് ഓരോ കടയുടമക്കും 500,000 രൂപ വീതം ഞങ്ങൾ കൊടുത്തു. തൊഴിൽ ഉപകരണങ്ങളായിരുന്ന ഓട്ടോറിക്ഷ, സ്കൂട്ടർ, ജീപ്പ് ഇതൊക്കെ തകർന്നവർക്ക് അതൊക്കെ വാങ്ങിക്കൊടുത്തു.
ഇങ്ങനെയൊക്കെ 2 കോടിയിലധികം രൂപ ഞങ്ങൾക്ക് അതിനുവേണ്ടി ചിലവായിട്ടുണ്ട്. അപ്പോൾ ഈ 36.5 കോടി കൊണ്ട് ഈ 51 വീടുകൾക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിലും പൂർത്തിയാക്കാൻ 105 വീടുകൾ എന്ന ഞങ്ങളുടെ ടാർഗറ്റ് എത്തുമ്പോഴേക്ക് തികയാതെ വരും എന്നൊരു കണക്കൂട്ടൽ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ആപ്പ് വീണ്ടും തുറന്നിട്ടുണ്ട്. പരിശുദ്ധ റമദാൻ മാസമാണ്, ഇത് പുണ്യകർമ്മമാണ്. ഇതിലേക്ക് കൈ അഴിഞ്ഞ് സഹായം ചെയ്യുക എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട തങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 17-18 കോടി രൂപ കൂടി ഞങ്ങൾക്ക് അത്യാവശ്യമുണ്ട് ഈ പ്രവർത്തനം പൂർത്തിയാക്കാൻ. അതിനുവേണ്ടി ആപ്പ് 24 ഇന്ന് മുതൽ മാർച്ച് 10 വരെ ഓപ്പണാണ്. കൈ കഴിഞ്ഞ സഹായം, ഉദാരമനസ്കര സഹായം അതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല പ്രതികരണമാണ് കിട്ടുന്നത്. 55 കോടിയാണ് ഇപ്പോൾ ആകെ ചെലവ് കണക്കാക്കുന്നത് അല്ലേ? ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് 55 കോടി രൂപയാണ്. ഈ സാധനങ്ങളുടെ വിലക്കയറ്റും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ 2 മാസം നല്ല മഴ വന്നു. പിന്നെ അവിടുത്തെ മണ്ണ് ഫൗണ്ടേഷന് വേണ്ടി കിളച്ചു നോക്കിയപ്പോൾ പലപ്പോഴും പൈലിംഗ് വേണ്ടി വന്നു, പില്ലർ കൊടുക്കേണ്ടി വന്നു. സാധാരണ തറ സമ്പ്രദായത്തിനപ്പുറത്തേക്ക് വലിയ ചിലവുള്ള കാര്യങ്ങൾ വന്നു. കിണർ കുഴിച്ചപ്പോൾ വെള്ളം കിട്ടി, പക്ഷേ അടിയിൽ പാറയാണ്. വീണ്ടും 2 മീറ്ററോളം താഴ്ത്തേണ്ടി വന്നു. അതിനുള്ള ചിലവുകളൊക്കെ ഉണ്ട്, കിണർ കോൺക്രീറ്റ് ചെയ്യാനൊക്കെ. പിന്നെ ധാരാളം ചിലവുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വന്നുപോയി. ഏതായാലും ഞങ്ങളെ പദ്ധതി ഞങ്ങൾ പൂർത്തിയാക്കും, ഒരു സംശയമില്ല. ദൈവാനുഗ്രഹം കൊണ്ടും ഉദാരമനസ്കരായ മനുഷ്യരുടെ സഹായം കൊണ്ടും ഇത് പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ച സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ലീഗിൻ്റെ വീടുകളും സർക്കാരിൻ്റെ വീടുകളും തമ്മിലുള്ള താരതമ്യമാണ്. നേരത്തെ ഈ വീടുകൾ ഇരട്ട വീടുകളാണെന്ന തരത്തിലുള്ളൊരു പ്രചാരണമൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്ന അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ കാണുന്നു ഇതിനെയൊക്കെ? അല്ല, അതൊക്കെ കള്ളത്തരാന്ന് അവർക്ക് തന്നെ മനസ്സിലായല്ലോ, ജനങ്ങൾക്ക് മനസ്സിലായി. അത് പിൻവലിച്ചല്ലോ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഇല്ല. ഇതൊക്കെ ജനങ്ങൾക്ക് പോയി കാണാവുന്നതല്ലേ. എത്ര ആളുകളെ ഇതുപോലെ കാലാകാലവും വഞ്ചിക്കാൻ കഴിയും? ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ആരോടും വാശിയോടൊന്നുമല്ല. ഞങ്ങളെ പ്ലാൻ മറ്റൊരാളുടെ പ്ലാൻ കണ്ടിട്ടുണ്ടാക്കിയതല്ല. ഞങ്ങളുടെ പ്ലാൻ അത് ആർക്കിടെക്റ്റ് ഉണ്ടാക്കി തന്നു. ഞങ്ങൾ തങ്ങളും നേതാക്കൾ കുഞ്ഞാൽ സാഹിബ് എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചു. ഒക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ആളുകൾ ഇഷ്ടപ്പെട്ടിരിക്കുക. സർക്കാരിലേക്ക് ഓപ്ഷൻ ഒഴിവാക്കിയിട്ട് ഞങ്ങളെ കൂടെ വന്ന ആളുകളല്ലേ, മുസ്ലിങ്ങൾ മാത്രമല്ല, ലീഗുകാർ മാത്രമല്ല, 14 അമുസ്ലിം കുടുംബങ്ങൾ ഞങ്ങൾക്ക് അപേക്ഷ തന്നവരുണ്ട്. ആ 14 പേർക്കും ആദ്യ കോട്ടയിൽ 51-ൽ ആ 14 പേർക്കും കൊടുത്തിട്ടുണ്ട്. സുതാര്യമായി ഈ 87 കുടുംബങ്ങളെയും വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ വെച്ചാണ് നറുക്കെടുപ്പ് നടത്തിയിട്ട് ആദ്യത്തെ 55 പേരെ തിരഞ്ഞെടുത്തത്. അവർക്ക് വീട് അലോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. വീടിന് നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1 മുതൽ 51 വരെയുള്ള വീടുകൾ കൊടുത്തു. നേരിട്ട് ദുരിതബാധിതരാണ്, നേരിട്ട് ദുരിതത്തിനിരയായവരാണ് ഈ ഗുണഭോക്താക്കളൊക്കെ അല്ലേ? ഗവൺമെൻറ് ദുരിതബാധിതരായി പ്രഖ്യാപിച്ച ലിസ്റ്റിൽ നിന്നാണ് ഞങ്ങൾ എടുത്തത്. സർക്കാർ ലിസ്റ്റിൽ നിന്നാണ്. ഒരാളെ പോലും പുറത്തുനിന്ന് എടുത്തിട്ടില്ല. ഈ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ തുടങ്ങുമ്പോൾ വലിയ തോതിൽ തന്നെ പ്രതിസന്ധികളാണ്. ഭൂമിയുടെ പ്രശ്നങ്ങൾ, അതേപോലെ നിർമ്മാണത്തിന് അനുവാദം കിട്ടാത്ത പ്രശ്നങ്ങൾ. ആരെങ്കിലും ഇതിന് തടസ്സം ഉണ്ടാക്കാൻ ശ്രമിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? രാഷ്ട്രീയമായ വെല്ലുവിളി ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. പിന്നെ ഭരണകക്ഷിയിൽപ്പെട്ട പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ വയനാട്ടിലെ നേതാക്കന്മാരൊക്കെ ഇതിനെ കഴിയുന്നിടത്തോളം നീട്ടിക്കൊണ്ടുപോകാനോ തടുക്കാനോ ഒക്കെ ശ്രമിച്ചിട്ട് ഞങ്ങൾക്ക് അനുഭവമുണ്ട്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ഞങ്ങൾക്ക് അനുകൂലമായ സഹായമാണ് പലയിടത്തുനിന്നും കിട്ടിയത്. തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഭൂമിയെക്കുറിച്ചുള്ള പിന്നെ വിവാദങ്ങളുണ്ടാക്കി, രജിസ്ട്രേഷനെ കുറിച്ചുള്ള വിവാദങ്ങളുണ്ടാക്കി, ബിൽഡിംഗ് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള പറഞ്ഞ വിവാദങ്ങളുണ്ടാക്കി. പക്ഷേ ഞങ്ങൾ നിയമപരമായി മുന്നോട്ട് പോയി. നിയമപരമായ എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഭൂമി രജിസ്ട്രേഷൻ നടത്തിയതും ബിൽഡിംഗ് നിർമ്മാണം നടത്തിയതും ഇപ്പോൾ ബിൽഡിംഗ് കൈമാറുന്നതും ഒക്കെ പൂർണ്ണമായും നിയമവ്യവസ്ഥിതിയെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്. സർക്കാർ തടയാൻ ശ്രമിച്ചു എപ്പോഴെങ്കിലും ഈ പ്രവർത്തനങ്ങളെ? അല്ല, പല ഭാഗത്തുനിന്ന് എതിർപ്പും വെല്ലുവിളികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ നിയമപരമായി ഇത് തടയാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടെടുത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിനുള്ള പെർമിഷനൊക്കെ ലഭ്യമായത്. ഇപ്പോൾ സർക്കാരിൻ്റെ വീടുകളുടെ പണി ഏകദേശം പൂർത്തിയാകും. ലീഗിൻ്റെ വീട് കൈമാറ്റം നടക്കുന്നു. അതിനിടയിലാണ് കോൺഗ്രസ് തറക്കല്ലിടാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനൊരു താരതമ്യം വരുമ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട് കുറേയൊക്കെ തിരിച്ചടി ഉണ്ടാക്കുന്നതായിരിക്കില്ലേ ഈ കാലതാമസം? അല്ല, കാലതാമസം ഉണ്ടായാലും ഒരു പ്രവർത്തന സ്ഥലം വാങ്ങിയെന്നാണ് പറയുന്നത്. തറക്കല്ലിടൽ നടക്കുന്ന നാളെ. അപ്പോൾ അവരും ഈ കാര്യത്തിൽ മുന്നോട്ടാണ്. കാലതാമസം ഉണ്ടായാലും ഇല്ലെങ്കിലും പിന്നെ നമ്മുടെ ലക്ഷ്യം സാധിച്ചാൽ മതിയല്ലോ. ഇരകൾക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഉണ്ടാവും. ഗവൺമെൻറ്റിൻ്റെ ഇത് മാറ്റിവെച്ചു മാർച്ച് 1-ലേക്ക്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല, ഞങ്ങളതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഞങ്ങളുടെ വീടിനെക്കുറിച്ച് തുടക്കം മുതൽ വിവാദങ്ങളും അപവാദങ്ങളും പറഞ്ഞ ആളുകൾക്ക്
ജനങ്ങൾ ഇപ്പോൾ കണ്ട് മനസ്സിലാക്കിയപ്പോൾ ബോധോദയം ഉണ്ടായിട്ടുണ്ട്. അത് നന്നായി. കൃത്യമായി കള്ളത്തരം പ്രചരിപ്പിക്കുന്നവരാണ് സൈബർ സഖാക്കൾ എന്ന ബോധം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന അത് കാണുന്ന മുഴുവൻ മനുഷ്യർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ സഖാക്കളുടെ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ നേട്ടം. എന്നാണെങ്കിലും ലക്ഷ്യമിട്ട വേഗത്തിൽ തന്നെ പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ആത്മവിശ്വാസം മുസ്ലിം ലീഗിനുണ്ട്. അപവാദങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഈ വീടുകളുടെ നിർമ്മാണം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. CV അനുമോദ്, ന്യൂസ് 18. മറ്റു വാർത്തയിലേക്ക് പോകണം. കാരുണ്യ ഫാർമസി വഴി ലഭ്യമായിരുന്ന മരുന്നുകൾ 2 മാസമായി ലഭിക്കുന്നില്ലെന്ന് പരാതി. കിഡ്നി രോഗികൾക്കുള്ള ജീവൻ രക്ഷാ മരുന്നാണ് ഇടുക്കിയിൽ ലഭ്യമാകാത്തത്. 300 രൂപയ്ക്ക് കാരുണ്യയിൽ നിന്ന് ലഭിച്ചിരുന്ന മരുന്ന് നിലവിൽ പുറത്തുനിന്ന് 1100-ലധികം രൂപ വില നൽകി വാങ്ങേണ്ട അവസ്ഥയിലാണ് രോഗികൾ. നാട്ടുകാരുടെ സഹായത്തോടെ ശസ്ത്രക്രിയ നടത്തി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ രോഗികൾ പോലും ഇന്ന് പ്രതിസന്ധിയിലാണ്. തുടർ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോഴാണ് കാരുണ്യ വഴിയുള്ള മരുന്നുകളും മുടങ്ങിയിരിക്കുന്നത്. ഒരാൾക്ക് 15,000-ഓളം രൂപയാണ് ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ മരുന്നുകൾക്ക് വേണ്ടത്. പലരും ഇത് കണ്ടെത്തുന്നത് സുമനസ്സുകളുടെ സഹായത്തോടെയാണ്. ഇവർക്ക് ഏറ്റവും ആശ്വാസകരമായിരുന്നത് കാരുണ്യ ഫാർമസി വഴി മരുന്നുകൾ വില കുറച്ച് ലഭിച്ചിരുന്നതാണ്. എന്നാൽ നിലവിൽ പല മരുന്നുകളും ലഭ്യമാകാത്ത സ്ഥിതിയാണ്. ഈ നിലവിൽ കിട്ടിക്കൊണ്ടിരുന്ന നമുക്ക് ഇച്ചിരി റേറ്റ് കുറച്ച് കിട്ടിക്കൊണ്ടിരുന്ന ഒരു മരുന്നാണ് സെൽസെപ്റ്റ് എന്ന് പറയുന്നത്. 2 മാസമായിട്ട് അത് കാരുണ്യകളിൽ കിട്ടാനില്ല. പിന്നെ ഇപ്പം നമ്മളിത് എറണാകുളത്തുനിന്ന് വരുത്തിക്കുകയാണ് ചെയ്തേക്കുന്നത്. അതും നമ്മളെ കൊണ്ട് താങ്ങാവുന്ന വിലയല്ല അതിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് എന്നെപ്പോലെ ഒരുപാട് രോഗികളുണ്ട് ഇതുപോലെ കഴിക്കാണ്ട മരുന്നുകൾ വരാതായിട്ട്, കാരുണ്യ വരാതായിട്ട് 2 മാസത്തോളമായി. അപ്പം ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഞങ്ങളെപ്പോലുള്ള രോഗികൾക്ക് പറയാനുള്ളത്. കാരുണ്യ ഫാർമസി വഴി ജീവൻ രക്ഷാ മരുന്നുകൾ കൃത്യമായി ലഭിച്ചാൽ ആകെ വിലയുടെ പകുതിയിൽ താഴെ മാത്രം കണ്ടെത്തിയാൽ മതി. എന്നാൽ നിലവിൽ മരുന്നുകളില്ലാതായതോടെ തുടർ ചികിത്സാ പരിചരണം പോലും പ്രതിസന്ധിയിലായ അവസ്ഥയിലാണ് നിർധന രോഗികൾ. ന്യൂസ് 18 ഇടുക്കി. ഇന്ത്യ-ഇസ്രായേൽ ഉഭയകക്ഷി ചർച്ച ഇന്ന് നടക്കും. പ്രതിരോധ, വ്യാപാര, സാമ്പത്തിക രംഗങ്ങളിൽ സഹകരണം കൂട്ടാനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും. ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലെന്നും ഇന്ത്യ ഇന്നും നാളെയും ഇസ്രായേലിനൊപ്പമെന്നും വ്യക്തമാക്കിയിരുന്നു. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനം തുടരുകയാണ്. ഏറെ പ്രാധാന്യമുള്ള സന്ദർശനമാണ്. വിവിധ കരാറുകളുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് പ്രതിരോധ രംഗത്തൊക്കെയാണ് ഇസ്രായേലിന്റെ സഹായം ഇന്ത്യ തേടുന്നത്. എന്തൊക്കെയാണ് ഇന്നത്തെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ? രഞ്ജിത്ത്, തന്ത്രപ്രധാനമായ കരാറുകളിലാണ് ഇസ്രായേലും ഇന്ത്യയും ഒപ്പുവെക്കാൻ പോകുന്നത്. ഇന്നാണ് ഉഭയകക്ഷി ചർച്ച നടക്കുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് നരേന്ദ്രമോദി ഇസ്രായേലിലെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിക്ക് സ്വീകരണം നൽകി. തുടർന്ന് പ്രധാനമന്ത്രി ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലെ രാഷ്ട്രീയം തന്നെയാണ്. 2023 ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിൽ നടത്തിയ അക്രമത്തെ പ്രധാനമന്ത്രി അതിക്രൂരമെന്നാണ് വിശേഷിപ്പിച്ചത്. തീവ്രവാദ നിലപാടിൽ ഇസ്രായേലിനൊപ്പമാണ്, അതിനെ ചെറുക്കുന്ന നിലപാടിൽ ഇസ്രായേലിനൊപ്പമാണ് ഇന്ത്യ നിലകൊള്ളുന്നത്. ഒരേ തരത്തിൽ തന്നെയാണ്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി എന്നത് തീവ്രവാദമാണ്. അതിനെ ചെറുക്കുന്ന നിലപാടുമായി ഇന്ത്യ മുന്നോട്ട് നിൽക്കുന്നു. അവിടെ ഇസ്രായേലും ഇന്ത്യയും കൈകോർക്കുന്നു എന്ന കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും പ്രധാനമന്ത്രിയെ പ്രശംസിക്കുന്ന വാക്കുകളാണ് പറഞ്ഞത്. എക്കാലത്തും ഇന്ത്യ നല്ല സുഹൃത്താണ് എന്ന തരത്തിൽ അദ്ദേഹം ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട നിർണായക ഘട്ടങ്ങളിൽ ഇന്ത്യ നൽകുന്ന പിന്തുണയെയും നെതന്യാഹു ഓർമ്മിപ്പിച്ചു. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കരാറുകളിലേക്ക് പോകുന്നത്. അയൺ ഡോം ഉൾപ്പെടെ വാങ്ങുന്നതിലേക്ക് ഇന്ത്യ പോവുകയാണ്. ഇസ്രായേലിൽ നിന്ന് അത്തരം ആയുധങ്ങൾ വാങ്ങുക, പ്രതിരോധ കരാറിലേക്ക് പോകുന്ന നടപടി നമുക്കറിയാം. മിസൈലുകളെ ചെറുക്കുന്ന തരത്തിലുള്ള ആയുധ സംവിധാനമാണ്. അത് ഇസ്രായേൽ പലതവണ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും അത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ മിസൈലുകളെയൊക്കെ തകർത്ത് കളഞ്ഞത് അയൺ ഡോം ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ്. അത്തരമൊരു സഹകരണത്തിലേക്ക് ഇന്ത്യ നീങ്ങുന്നു. അതോടൊപ്പം തന്നെയാണ് ഇസ്രായേലിലെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലും സഹകരിച്ച് നീങ്ങാനാണ് ഇരു രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. വ്യവസായം, സാങ്കേതികവിദ്യ, കൃഷി, പ്രതിരോധം തുടങ്ങി ഒട്ടനവധി മേഖലകളിൽ കൈകോർത്ത് പോകാനുള്ള തീരുമാനമാണുള്ളത്. പ്രധാനമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണങ്ങളാണ്. അതുകൂടി ചേർത്ത് വെച്ചാണ്
ഇസ്രായേൽ നേരിടുന്ന പ്രശ്നങ്ങളെ പ്രധാനമന്ത്രി ഉദ്ധരിച്ചത്. അങ്ങനെ ഇരു രാജ്യങ്ങളും ഒരേ തരത്തിൽ തീവ്രവാദ ഭീഷണി നേരിടുന്നുണ്ട്, അവിടെ കൈകോർത്ത് പോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നരേന്ദ്രമോദി പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ടൊരു സമയമാണ് എന്നുകൂടി നമുക്കറിയാം. ഇറാനുമായുള്ള അമേരിക്കയുടെ ചർച്ചകൾ നടക്കുന്നൊരു സമയമാണ്. അവിടെ ഏത് നിമിഷവും ഇറാനെ അമേരിക്ക ആക്രമിക്കും. അവിടെ ഇസ്രായേൽ അമേരിക്കയ്ക്കൊപ്പം കൈകോർക്കും എന്ന കാര്യം ഉറപ്പാണ്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഒരു ചർച്ച നടക്കുന്നത്. മാത്രമല്ല പല ഭാഗത്തു നിന്നുള്ള ആക്രമണ ഭീഷണി ഇന്ത്യയും നേരിടുന്നുണ്ട്. നേരത്തെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബംഗ്ലാദേശ് ഒരു കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് ലഷ്കർ-ഇ-തയ്യിബ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയെ ആക്രമിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അതിൻ്റെ പേരിലുള്ള അറസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നു. 7 അറസ്റ്റുകളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇത്തരത്തിൽ പല ഭീഷണികൾ ഇരു രാജ്യങ്ങളും നേരിടുമ്പോൾ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ഇസ്രായേലും ഇന്ത്യയും തീരുമാനിച്ചിട്ടുള്ളത്. അതിന് അനുഗുണമായ തരത്തിലുള്ള കരാറുകൾ ഒപ്പുവെച്ച് ഈ രാജ്യങ്ങൾ മുന്നോട്ട് പോകും. അപ്പോഴും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ സന്ദർശനത്തെ വിമർശിക്കുന്നുണ്ട്. ഗസയിലെ ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ, അതേക്കുറിച്ച് പരാമർശിക്കാൻ നരേന്ദ്രമോദി തയ്യാറാകുമോ എന്ന ചോദ്യമാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. രഞ്ജിത്ത്, ഏതായാലും ഇസ്രായേൽ ഇന്ത്യ ചർച്ച തുടരുകയാണ്. ഇന്നും വളരെ നിർണായകമായ ദിവസം തന്നെയാണ്. വിവിധ കരാറുകളിൽ ഒപ്പിടാൻ ഇന്ത്യയും ഇസ്രായേലും തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിരോധ രംഗത്തെ സഹകരണം, വ്യാപാര രംഗത്തെ സഹകരണം അടക്കം കാർഷിക മേഖലയിലും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമുക്കറിയാം ഇസ്രായേലിന് ഇന്ത്യക്ക് നൽകാനുണ്ട്. അതൊക്കെ സംഭവിക്കുകയാണ്. 2018 ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് പോകുന്നത്. അവിടുത്തെ നെസറ്റിനെ അഭിസംബോധന ചെയ്യുന്നു. ഭീകരാക്രമണത്തിനെതിരെ, ഹമാസിൻ്റെയും മറ്റും ആക്രമണത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് ഇന്ത്യ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നത് എന്ന് മോദി അവിടെ വ്യക്തമാക്കുകയും ചെയ്തു. കർണാടക കോൺഗ്രസിലെ തർക്കം വീണ്ടും ഹൈക്കമാൻഡിന് മുന്നിലേക്ക്. ചർച്ചകൾക്കായി ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഡൽഹിയിലെത്തും. ഇതിനിടെ മന്ത്രിസഭയിൽ പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് കത്തയച്ച MLA-മാരെ പിന്തുണയ്ക്കുന്നതായി DK ശിവകുമാർ പ്രതികരിച്ചിട്ടുണ്ട്. ER രാഗേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാഗേഷ്, ഇത് ഈ കർണാടകയിലെ പ്രശ്നം കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ എന്നും ഒരു തീരാ തലവേദനയാണ്, സംശയമില്ല. അത് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസവും പലതരത്തിൽ ഉയരുന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ എന്താണ് പുതിയ വാദങ്ങൾ ഹൈക്കമാൻഡിന് മുന്നിലേക്ക്? ഇത്തവണ പുറകോട്ട് പോകാനില്ല എന്ന നിലപാടിലാണോ DK? രഞ്ജിത്ത്, അഴിയാക്കുരുക്കായിരിക്കുകയാണ് കർണാടക കോൺഗ്രസിലെ പ്രതിസന്ധി ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം. കാരണം DK ശിവകുമാർ കാലങ്ങളായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ, തെരഞ്ഞെടുപ്പ് ജയത്തിന് ശേഷം തന്നെ അദ്ദേഹം ആ വാദം ഉന്നയിച്ചതാണ്. അന്ന് 2.5 വർഷം കാലാവധി എന്ന് നേതൃത്വം അറിയിച്ചു. ഇപ്പോൾ ആ കാലാവധി കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞു. പക്ഷേ DK ശിവകുമാറിനെ ഇതുവരെ മുഖ്യമന്ത്രിയാക്കിയിട്ടില്ല. ഇതാണ് DK ക്യാമ്പിനെ അലോസരപ്പെടുത്തുന്നത്. ഇന്ന് വീണ്ടും ഹൈക്കമാൻഡിന് മുന്നിലേക്ക് DK ശിവകുമാർ എത്തുമ്പോൾ എന്തായിരിക്കും നിലപാട് എന്നാണ് അറിയേണ്ടത്. ഏതായാലും പെട്ടെന്നൊരു തീരുമാനത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന നിലപാട് അറിയിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം ഇപ്പോൾ ഒരു മാറ്റം കർണാടകയിൽ ഉണ്ടായാൽ അത് രമ്യമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിനെയൊക്കെ തന്നെ ബാധിക്കും എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട്. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും അടക്കമുള്ള നേതാക്കൾ നിലവിൽ സിദ്ധരാമയ്യ തന്നെ തുടരട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നവരാണ്. പക്ഷേ പ്രിയങ്ക ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒക്കെ തന്നെ DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന താല്പര്യമുണ്ട്. ഏതായാലും ഇന്ന് വീണ്ടും ഹൈക്കമാൻഡിന് മുന്നിലെത്തുമ്പോൾ DK ശിവകുമാർ തൻ്റെ നിലപാട് ആവർത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം 38 MLA-മാർ കത്തയച്ചത് ഹൈക്കമാൻഡിന്. അതായത് ഈ 38 പേരും പുതുമുഖങ്ങളാണ്. അപ്പോൾ പുതുമുഖങ്ങളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം പുനഃസംഘടന ഉണ്ടാകുമ്പോൾ എന്നാണ് അവർ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി ജനങ്ങൾ അധികാരത്തിലേറ്റിയത് പുതുമുഖങ്ങളെ കൂടി ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ യുവരക്തങ്ങൾ രാഷ്ട്രീയത്തിൽ വരണമെന്ന് താല്പര്യമുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത്തരം ഒരു മാറ്റത്തിന് നേതൃത്വം തയ്യാറാകണമെന്നാണ് ഈ കത്തിലെ ആവശ്യം. ഇതിനെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ DK ശിവകുമാർ രംഗത്ത് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നിലവിൽ മന്ത്രിസഭയിലുള്ള പല നേതാക്കളും സിദ്ധരാമയ്യെ അനുകൂലിക്കുന്നവരാണ്. അപ്പോൾ DK ശിവകുമാർ പറഞ്ഞിരിക്കുന്നത് എല്ലാ കാലത്തും പഴയ നേതാക്കൾക്ക് തുടരാൻ കഴിയില്ല, പുതുരക്തങ്ങൾ വരട്ടെ, അതിനോട് ഞാൻ യോജിക്കുന്നു എന്നാണ് ഇപ്പോൾ DK ശിവകുമാർ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ നേതൃത്വത്തിന് മുന്നിൽ തലവേദനയായി മറ്റു വിഷയങ്ങൾ കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മന്ത്രിയായ HC മഹാദേവപ്പ ദളിത് നേതാവ് മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം ഉന്നയിച്ചത്. അതിന് പിന്നാലെ മുൻ KPCC അധ്യക്ഷൻ കൂടിയായ നിലവിൽ ആഭ്യന്തരമന്ത്രി കൂടിയായ G പരമേശ്വര മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നു. കാരണം അദ്ദേഹം പറയുന്നത് 2010 മുതൽ 18 വരെ താനായിരുന്നു PCC അധ്യക്ഷൻ, 2 തവണ പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവന്നു, ഇനി
താൻ എന്ത് കഴിവാണ് തെളിയിക്കേണ്ടത് എന്ന ചോദ്യം പരമേശ്വരൻ പരസ്യമായി ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ശ്രമം നടത്തുമ്പോൾ അതിൽ കൂടുതൽ ആളുകൾ ആ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വരുമ്പോൾ തീർച്ചയായും ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് നിർണായകമാണ്. ഒപ്പം ഈ തീരുമാനമെടുക്കൽ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമില്ല എന്നുകൂടി ആണ് ഇപ്പോൾ നിലവിലെ കർണാടകയിലെ സാഹചര്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. കർണാടകയിൽ കാര്യങ്ങൾ ഒട്ടും സുഖകരമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനത്തിനായി തർക്കവും പോരും അവിടെ മുറുകുകയാണ്. ഒന്നോ രണ്ടോ പേരല്ല, നിരവധി ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഹൈക്കമാൻഡിന്റെ തലവേദന. നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളത്ത് വൈറ്റിലയിൽ യുവതിയെ കൊന്ന് റെയിൽവേ ട്രാക്കിൽ തള്ളിയ കേസിലെ പ്രതി KV ഷാജി റിമാൻഡിലാണ്. മൃതദേഹം ഉപേക്ഷിച്ച സ്ഥലത്ത് ഷാജി എത്തിച്ച് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു. കൊല്ലപ്പെട്ട സുധയുമായുള്ള ബന്ധം കുടുംബജീവിതത്തെ ബാധിക്കുമെന്ന് ഭയന്നാണ് കൊലപാതകം നടത്തിയതെന്നാണ് ഷാജിയുടെ മൊഴി. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ഇന്നലെയാണ് വിശദമായ തെളിവെടുപ്പ് നടത്തിയത്. കൃത്യമായ തെളിവുകൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു, മൊഴികൾ എടുത്തിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് പോലീസ്. രഞ്ജിത്ത്, ഇനി ഷാജിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയനാക്കാൻ ഷാജിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ്. എന്തായാലും കഴിഞ്ഞ ദിവസം ഷാജിയുമായി ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് റെയിൽവേ ട്രാക്കിൽ എത്തിച്ച് ഷാജിയുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ തെളിവെടുപ്പിന് ശേഷം ഷാജി വിവരിച്ചു ഏത് സാഹചര്യത്തിലാണ് സുധയെ കൊലപ്പെടുത്തിയത്, എങ്ങനെയൊക്കെയാണ് സുധയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസിനോട് വിവരിക്കുകയുണ്ടായി. യാതൊരു ഭാവഭേദവും ഇല്ലാതെയാണ് പ്രതി കൊലപാതകം എങ്ങനെയാണ് നടത്തിയതെന്ന് വിശദീകരിച്ചതെന്നാണ് പോലീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതേസമയം സുധയുമായി വർഷങ്ങളായി ബന്ധമാണ് ഷാജിക്കുള്ളത്. ഈ ബന്ധം കുടുംബത്തെ അറിയിക്കുമെന്ന് സുധ ഭീഷണിപ്പെടുത്തിയതോടെ കുറച്ച് നാളുകളായി ഷാജിയും സുധയും തമ്മിൽ നിലനിൽക്കുന്ന തർക്കം അത് രമ്യമായി പരിഹരിക്കാൻ വേണ്ടിയാണ് ഷാജി സുധയെ വൈറ്റിലയിലേക്ക് വിളിച്ചു വരുത്തിയതും. അതേസമയം ഈ വിളിച്ചു വരുത്തിയ, അതായത് തർക്കം പരിഹരിക്കാനുള്ള ചർച്ചയ്ക്ക് ഇടയിൽ, സംസാരത്തിനിടയിൽ രണ്ടുപേരും തമ്മിൽ വീണ്ടും തർക്കമാവുകയും സുധ ഷാജിയെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് പോലീസ് പറയുന്നത്. അതിൽ പ്രകോപിതനായാണ് ഷാജി സുധയുടെ മുഖത്ത് മുഷ്ടി ചുറ്റി ആഞ്ഞടിക്കുകയും ചെയ്തു. അത് പിന്നീട് സുധ ഷാജിയുടെ വീട്ടിൽ ഇരുവരും തമ്മിലുള്ള ബന്ധം അറിയിക്കും എന്ന് സുധ ഭീഷണിപ്പെടുത്തുകയുണ്ടായി. ഈ സാഹചര്യമാണ് ഷാജി പ്രകോപിതനാക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ ഇടിയുടെ ആഘാതത്തിൽ മുഷ്ടി ചുരുട്ടി മൂക്കിനും മുഖത്തിലും ഇടിച്ച ഇടിയാണ് മരണകാരണമായത്. ഇടിയുടെ ആഘാതത്തിൽ സുധ താഴേക്ക് വീഴുകയും താഴെ ഉണ്ടായിരുന്ന കരിങ്കലിൽ തലയടിക്കുകയും ചെയ്തു. അതും ഗുരുതരമായ പരിക്കാണ്. പക്ഷെ മരണകാരണമായ മുറിവ് എന്ന് പറയുന്നത് മുഖത്തേറ്റ ഇടി തന്നെയാണ്, മുഷ്ടി ചുരുട്ടിയുള്ള ഇടി തന്നെയാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ കൊലപാതകം ആസൂത്രിതമല്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇവര് രണ്ടുപേരും തമ്മിൽ നാളുകളായി ബന്ധമുണ്ട്, വർഷങ്ങളായി ബന്ധമുണ്ട്. ആ ബന്ധം വീട്ടിൽ അറിയിക്കുമെന്നുള്ളതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ്, തർക്കത്തെ തുടർന്നുണ്ടായ പ്രകോപനമാണ് ഷാജിയെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഷാജി പോലീസിനോട് പറഞ്ഞത്. ആ ഒരു സാഹചര്യം തന്നെയാണ് പോലീസ് കണക്കിലെടുത്തുള്ളത്. എന്തായാലും പ്രതിയെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. അതായത് വളരെ വ്യക്തമായി ഷാജി താൻ ഏത് തരത്തിലാണ് കൊലപാതകം നടത്തിയതെന്നുള്ള കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോലീസ് തെളിവെടുപ്പിന് ഷാജി അവിടെ എത്തിച്ചിരുന്ന സാഹചര്യത്തിൽ പോലീസിനോട് ഷാജി ഒരു ഭാവഭേദവും ഇല്ലാതെയാണ് താൻ ഏത് തരത്തിലാണ് കൊലപാതകം നടത്തിയതെന്നുള്ള കാര്യം വിശദീകരിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അശ്വതി ജിജിയാണ് മാധ്യമങ്ങളോട് ഈ കാര്യം വിശദീകരിച്ചത്. ഷാജിയെ അതിനുശേഷമാണ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. എന്തായാലും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊല്ലത്ത് 3 സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കാൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ധാരണ. M. മുകേഷിനെ ഒഴിവാക്കി. ഇരവിപുരത്ത് M. നൌഷാദ് മത്സരിക്കും.
2 ടേം പൂർത്തിയാക്കിയ നൌഷാദിനെ മത്സരിപ്പിക്കുന്നതിൽ അന്തിമ തീരുമാനം സംസ്ഥാന കമ്മിറ്റി കൈക്കൊള്ളും. കൊട്ടാരക്കരയിൽ KL ബാലഗോപാൽ, ചവറയിൽ ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എന്നിങ്ങനെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്ത പേരുകൾ. എല്ലാ മണ്ഡലങ്ങളിലും ഒറ്റ പേര് മാത്രമാണ്. കൊല്ലത്ത് ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി S ജയമോഹനെയും കുണ്ടറയിൽ SL സജികുമാറിനെയും മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ ധാരണ. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടറി യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റിക്ക് സമർപ്പിക്കും. വിനീഷ് ഉണ്ട്. വിനീഷ്, ഇതിൽ ഏറ്റവും ശ്രദ്ധേയം മുകേഷ് മത്സരിക്കില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, മുകേഷിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. മുകേഷ് മത്സരിക്കില്ല എന്നത് ഏതാണ്ട് ഉറപ്പായിരുന്നു. അല്ലാതെ മറ്റു മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ, അല്ലേ? കേൾക്കാമോ ബിനീഷ്? കൊല്ലത്ത് മുകേഷ് മത്സരിക്കില്ല, കുണ്ടറയിൽ മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് സീറ്റില്ല. ഇതടക്കം ചില മാറ്റങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിനീഷിന് കേൾക്കാമോ? ഇരവിപുരത്ത് M നൌഷാദ് മത്സരിക്കും. ഒപ്പം പ്രളയകാലത്ത് കേരളത്തിന്റെ രക്ഷാസൈന്യമായിരുന്ന മത്സ്യത്തൊഴിലാളികൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ തയ്യാറെടുക്കുകയാണ്. കടലിൽ കുടുങ്ങിപ്പോകുന്നവരെ രക്ഷിക്കാൻ ഇവർക്ക് ഗോവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിലാണ് വിദഗ്ധ പരിശീലനം നൽകുന്നത്. തീരദേശ ഗ്രാമങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന 900ഓളം മത്സ്യത്തൊഴിലാളികൾ പരിശീലനം കഴിഞ്ഞ് ഉടൻ പുറത്തിറങ്ങും. പ്രകൃതി ദുരന്തങ്ങൾ ഏറെ കണ്ടതാണ് കേരളം. കേരളത്തിന്റെ രക്ഷാസൈന്യമെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളെയാണ്. ആ വിശേഷണത്തിനൊരു കാരണമൊന്നുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, പ്രളയകാലത്ത് അവർ നടത്തിയ അസാധാരണമായ ഈ ഇടപെടലുകളാണ്. കടലിൽ കുടുങ്ങിപ്പോയ നമ്മുടെ മേഖലകളിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങിപ്പോയ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അന്ന് കയ്യും മെയ്യും മറന്ന് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അവർ രംഗത്തിറങ്ങിയ കാഴ്ച സ്വാഭാവികമായും ആ ഒരു വിശേഷത്തിൽ അവരെ അർഹരാക്കി. തീരുന്നില്ല, മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ ട്രെയിൻഡ് ആവേണ്ടതുണ്ട്. അവർക്ക് കൂടുതൽ പരിശീലനം ഈ മേഖലയിൽ ആവശ്യമാണ് എന്ന തിരിച്ചറിവിലാണ് സർക്കാർ ഒരു പുതിയ ദൗത്യത്തിൽ ഇറങ്ങുന്നത്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ, തെരഞ്ഞെടുക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഗോവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ സ്പോർട്സ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രത്യേക പരിശീലനത്തിന് സജ്ജമാക്കുകയാണ് കേരളം. ഇതിനായി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എനിക്ക് പിന്നിലായി കാണുന്ന ഈ സംഘം. ഇത് അവസാന ഘട്ടത്തിൽ 900ഓളം പേർക്ക് ട്രെയിനിങ് നൽകുന്നതിൽ അവസാന ഘട്ടത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു ബാച്ചാണ് ഉണ്ടാവുന്നത്. എന്താണ് ഇവരുടെ നീക്കങ്ങൾ നമുക്ക് പരിശോധിക്കാം. നിങ്ങളൊക്കെ എവിടുന്ന് വരുന്നു? കോഴിക്കോട് അല്ലേ? ഇവിടെ വന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് കിട്ടുന്ന പരിശീലനം എങ്ങനെയാണ്? വളരെ നല്ല രീതിയിലുള്ള പരിശീലനം കിട്ടിയത്. ഒന്നുകൂടി ശാസ്ത്രീയമായ രീതിയിൽ ഇവിടുന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മുമ്പ് ചെറിയ റെസ്ക്യൂ നടത്തിയെങ്കിലും പക്ഷേ അതിനുള്ള പോരായ്മകളെല്ലാം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ടെക്നിക്കൽ പരമായിട്ട് ഓരോ രീതിയിലുള്ള ഇതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പല വ്യക്തികളും മുങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന നീന്ത അറിയാത്ത ആൾക്കാരെല്ലാം കൂട്ടിപ്പിടിക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ സേവ് എങ്ങനെ ചെയ്യാമെന്നുള്ള ടെക്നിക്കുകളെല്ലാം കൂടുതലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. റെസ്ക്യൂ ആണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യണമെന്നതൊക്കെ. നിങ്ങളൊക്കെ പരമ്പരാഗതമായി മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിൽക്കുന്നവരാകും. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് തന്നെ അറിയാം എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. കടലിൽ നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടുന്നുള്ള പരിശീലനം ഒന്നുകൂടി ഈ രക്ഷാപ്രവർത്തന സമയത്ത് ശാസ്ത്രീയമാവേണ്ടതുണ്ട് എന്ന കാര്യമാണ് ഇവിടുന്ന് കിട്ടുന്നത്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിലിരുന്നും കൂടുതൽ അറിവാണ് നമുക്ക് കിട്ടിയത്. അത് ഇങ്ങനെ ടെക്നിക് മോഡലിൽ ചെയ്യാം. നമുക്ക് ഇങ്ങനെ വാരി വലിച്ചു കൊണ്ടുവരുന്നതിനേക്കാളും സുഖത്തിൽ എങ്ങനെ എത്ര നമ്മുടെ വിക്ടത്തിന് സേഫ്റ്റിയും നോക്കണം, നമ്മുടെ സേഫ്റ്റിയും അതിലൂടെ നോക്കിയിട്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അവർക്ക് വന്നിട്ട് എന്തൊക്കെ ശുശ്രൂഷ ചെയ്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. അതൊക്കെയാണ് കൂടുതലായി ടെക്നിക് പരമായിട്ട് പഠിപ്പിച്ചത്. വെള്ളത്തിൽ പ്രത്യേകിച്ച് ജീവനുമായി മല്ലിട്ട് അപകടത്തിൽപ്പെട്ട് വെള്ളത്തിൽ വീണ് കിടക്കുന്ന ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്തിയെടുക്കുന്നതിന് ശാസ്ത്രീയമായ പല വശങ്ങളും പരിശീലിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് സ്വയരക്ഷ പ്രധാനമാണ്. ഒപ്പം തന്നെ അപകടത്തിൽപ്പെട്ടയാളെയും രക്ഷപ്പെടുത്തണം. അതിന് എങ്ങനെ ഈ ശാസ്ത്രീയ സാധ്യതകൾ ഉപയോഗപ്പെടുത്താം? നേരത്തെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളവരാണെങ്കിൽ കൂടിയും ശാസ്ത്രീയമായി പരമാവധി പരിക്ക് കുറച്ച് ഇവരെ ജീവിതത്തിലേക്ക് എങ്ങനെ തിരികെ കൊണ്ടുവരാം എന്ന പരിശീലനമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഒപ്പം തന്നെ കടലെന്ന സങ്കീർണാവസ്ഥകളെ എങ്ങനെ കൂടുതൽ ശാസ്ത്രീയമായി നേരിടാമെന്ന പരിശീലനവും ഇവിടെ നടക്കുന്നുണ്ട്. എന്താണ് ഈ പരിശീലനത്തിൻ്റെ ഒരു പ്രധാനമായി നിങ്ങൾ കൊടുക്കുക? കാരണം ഓൾറെഡി ഇവരൊക്കെ ട്രെയിൻഡ് ആണ്, പരമ്പരാഗതമായ ജന്മനാ തന്നെ. അതിനുമപ്പുറമുള്ള എന്ത് പരിശീലനം ഇവിടെ കൊടുക്കാൻ പറ്റും? അതായത് ഞങ്ങളിവിടെ ലൈഫ് സേവിങ്ങിൽ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് റെസ്ക്യൂ, എങ്ങനെ ആളിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരണം. ഇപ്പം നമ്മൾ എല്ലാ സമയത്തും നമ്മുടെ കയ്യിൽ റെസ്ക്യൂ എക്യുപ്മെൻറ്റ്സ് ഒന്നും വേണമെന്നില്ല. അപ്പോൾ റെസ്ക്യൂ എക്യുപ്മെൻറ്റ് ഇല്ലെങ്കിൽ എങ്ങനെ കൊണ്ടുവരണം, ഉണ്ടെങ്കിൽ എങ്ങനെ കൊണ്ടുവരണം.
അതൊരു ബോർഡ് ആയിക്കോട്ടെ, ഒരു ബോട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു റെസ്ക്യൂ ട്യൂബ് ആയിക്കോട്ടെ, അതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് റെസ്ക്യൂ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരാളെ ഇവർക്ക് ആർക്കും അറിയത്തില്ല എങ്ങനെ CPR കൊടുക്കേണ്ടത്. പൾസ് ഇല്ല, അയാൾ ബ്രീത്ത് എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ അയാൾക്ക് CPR കൊടുക്കണം. ആ CPR ടെക്നിക്സ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ്, 10 തരത്തിലുള്ള ഫസ്റ്റ് എയ്ഡ്, ഈവൻ ഹാർട്ട് അറ്റാക്ക് വന്നാൽ എന്ത് ചെയ്യണം, പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യണം, അതിനുള്ള ഫസ്റ്റ് എയ്ഡ്, അതിന്റെ ലക്ഷണങ്ങൾ എന്താണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബോട്ടിൽ പോയിട്ട് പിന്നെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ആളിനെ എങ്ങനെ കൊണ്ടുവരണം, കോൺഷ്യസ് ആയുള്ള ആളിനെ എങ്ങനെ ബോട്ടിനകത്ത് കയറ്റണം, ഡെഡ് ബോഡി എങ്ങനെ ബോട്ടിനകത്ത് കയറ്റണം, അതുപോലെ ഒരു സ്പൈൻ ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഫ്രാക്ചറോ ഉള്ള ഒരു വ്യക്തിയെ സ്പൈൻ ബോർഡിൽ കിടത്തിയിട്ട് ബോട്ടിൽ എങ്ങനെ കയറ്റണം, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി അതുപോലെ ഒരു പ്രളയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കഴിഞ്ഞ പ്രളയത്തിൽ അവർ ഒരുപാട് പേരെ രക്ഷപ്പെടുത്തി, അതുപോലെ അതിനേക്കാളും കൂടുതൽ ശാസ്ത്രീയമായിട്ട് അവർക്ക് ഈ ജോലി ധൈര്യത്തോടു കൂടി ചെയ്യാനുള്ള കഴിവ് ഇന്ന് ഇവർക്ക് ഉണ്ട്. അതാണ് ഇതിൽ നമ്മൾ. നിങ്ങളൊക്കെ ഈ പരിശീലനം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് എന്നാൽ നിങ്ങളുടെ പതിവ് മത്സ്യത്തൊഴിലാളി മേഖലയിലെ ആ പണിയെടുക്കുന്നതിനപ്പുറം ഇത്തരം അപകടങ്ങളിൽ മുൻനിര പോരാളികളായി നിങ്ങൾ ഉണ്ടാവും. അവർ ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കൂടുതൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇതിനെക്കുറിച്ച് അറിവ് നമുക്ക് പകരുന്നതാണ്. നമുക്ക് ഇവിടെ വന്നതിന് ശേഷം CPR-നെ കുറിച്ചും ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചും ഒക്കെ അറിയാൻ പറ്റി. മുമ്പ് ഒന്നും അത്ര പരിചയമില്ലായിരുന്നു. പിന്നെ ഒരാളെ കടലിൽ ഇങ്ങോട്ട് കരയിലേക്ക് എത്തിക്കുന്ന രീതി, ബോട്ടിൽ കയറ്റുന്ന രീതി എല്ലാം പഠിക്കാൻ പറ്റി. തീർച്ചയായും നല്ലൊരു ഇതാണ്. ഈ കടൽ തീരമാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഒരു ട്രെയിനിങ്ങിന്റെ വേദിയാവുന്നത്. കാരണം വിശാലമായ ഒരു കടൽ മേഖലയാണ്. ഇവിടെ എങ്ങനെയാണ് CPR കൊടുക്കേണ്ടത്, എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്തേണ്ടത്, കടലിൽ അപകടത്തിൽപ്പെടുന്നയാളെ കൊണ്ടുവരുന്നതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇവർക്ക് പരിശീലനം നൽകി തന്നെ ഇവരെ വളരെ ട്രെയിൻഡായി തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സംസ്ഥാനത്തിൻ്റെ രക്ഷാ സൈന്യം അവർ കൂടുതൽ ഇക്വിപ്ഡ് ആവുകയാണ്. കൂടുതൽ ശാസ്ത്രീയ പരിശീലനം നേടി അവർ നമ്മുടെ രക്ഷാ സൈന്യം ഒന്നുകൂടി ശക്തപ്പെടുകയാണ്. അങ്ങനെ കേരളത്തിൻ്റെ തീരമേഖലകളിൽ 900-ലധികം വരുന്ന ഒരു പുതിയ രക്ഷാ സൈന്യം രൂപപ്പെടുകയാണ്. ഇവരിൽ മാത്രം ഇത് ഒതുങ്ങുന്നില്ല. ഇവരിൽ നിന്ന് ഇവർക്ക് കിട്ടിയ അറിവുകൾ പലരിലേക്കും പങ്കുവെച്ചുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നി തൻ്റെ സഹപ്രവർത്തകരെ, കടലിൽ അപകടത്തിൽപ്പെടുന്നവരെ എങ്ങനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാം എന്നതിൻ്റെ ഒരു പുതുമാതൃക കൂടിയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഗോവയിൽ നിന്നും TG സാജിദ്, ന്യൂസ് 8. കേരള പോലീസിന്റെ ആദ്യ നർക്കോട്ടിക് നായ ബ്രൂസ് എന്ന നീലി സർവീസിൽ നിന്ന് വിരമിച്ചു. ഇടുക്കി AR ക്യാമ്പിൽ നടന്ന ചടങ്ങിലാണ് നീലിക്ക് ഔദ്യോഗിക യാത്രയയപ്പ് നൽകിയത്. സേനയിൽ നീലിയുടെ സംരക്ഷകനായിരുന്ന തൊടുപുഴ സ്വദേശി രഞ്ജിത്ത് മോഹന് നീലിയുടെ തുടർന്നുള്ള സംരക്ഷണാവകാശവും നൽകി. 2015 ഏപ്രിലാണ് ലാബിനത്തിൽപ്പെട്ട 3 മാസം പ്രായമുള്ള ബ്രൂസ് ശ്വാനസേനയുടെ ഭാഗമായത്. തൃശൂരിലെ ട്രെയിനിംഗ് അക്കാഡമിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അന്നത്തെ ഇടുക്കി SP KV ജോസഫാണ് സേനയിൽ നർക്കോട്ടിക് ഡോഗ് ഇല്ലാത്തതിനാൽ ഇതിനെ പരിശീലിപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിത്തും ജെറി ജോർജും അന്നു മുതൽ ബ്രൂസിന്റെ സന്തത സഹചാരിമാരായി. 2015 ജൂണിൽ പരിശീലനം പൂർത്തിയാക്കി ഇടുക്കിയിൽ ചുമതലയേറ്റു. പിന്നീട് ബ്രൂസ് എന്ന നീലിയുടെ കഥകൾ സിനിമാ കഥകളെ പോലും വെല്ലുന്നതായിരുന്നു. കുമളിയിലും രാജാക്കാടുമെല്ലാം ലഹരി സംഘങ്ങളെ പിന്തുടർന്നു. ഇടുക്കിയിലെ കാടുകളിലും മലകളിലുമടക്കം കയറിയിറങ്ങി ലഹരിയുടെ വഴികൾ അടച്ചു. സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിൽ നീലി പല ഘട്ടങ്ങളിലും വിജയകിരീടം ചൂടി. അങ്ങനെ പോലീസ് സേനയ്ക്ക് ഏറെ മാതൃകാപരമായ സർവീസ് കാലം സമ്മാനിച്ചാണ് നീലി ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിയത്. കേരളത്തിലെ തന്നെ ആദ്യത്തെ നർക്കോട്ടിക് ഡോഗ് കൂടിയായിരുന്നു നീലി. ആ രീതിയിലും അഭിമാനകരമായ നേട്ടങ്ങൾ നേടിയിട്ടുള്ള നീലിക്ക് ഇനി തുടർന്നുള്ള കാലം തന്റെ ആൺകാർക്കൊപ്പം കഴിയാനുള്ള എല്ലാ ആശംസകളും നേർന്നുണ്ട്. ഇക്കാലം അത്രയും കൈപിടിച്ച് നടത്തിയ രഞ്ജിത്തിന് തന്നെ ബ്രൂസിനെ തുടർന്നും സംരക്ഷിക്കാനുള്ള അനുവാദം പോലീസ് സേന നൽകി. ഇനി മുതൽ ബ്രൂസ് രഞ്ജിത്തിന്റെ തൊടുപുഴയിലെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കും. ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് സാബു മാത്യു ബ്രൂസിന്റെ വിരമിക്കൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തി. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി തടിയമ്പാടിന് സമീപം പെരിയാർ നദീതീരത്ത് 4 പെരുമ്പാമ്പുകളെ ചത്ത നിലയിൽ കണ്ടെത്തി. മത്സ്യബന്ധനത്തിനായി വിരിച്ച വലയിൽ കുടുങ്ങിയാണ് ഇവ ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. തടിയമ്പാട് മടത്തുംകാവ് ക്ഷേത്രത്തിന് താഴെ പെരിയാർ തീരത്താണ് 4 പെരുമ്പാമ്പുകളുടെ ജീർണിച്ച ജഡങ്ങൾ കണ്ടെത്തിയത്. നദീതീരത്തു നിന്ന് കടുത്ത ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ നടത്തിയ പരിശോധനയിലാണ് സംഭവം പുറത്തറിഞ്ഞത്. തുടർന്ന് നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. ഇങ്ങനെ 4 പെരുമ്പാമ്പ് ചത്ത് കിടക്കുന്നതായിട്ട് വിവരം കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഒന്ന് ഞങ്ങൾ 4 പെരുമ്പാമ്പിനെ എടുത്തു. അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം വലയ്ക്കകത്ത്, ഒരു മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വല,
ക്കകത്ത് കുരുങ്ങിയാണ് ഇത് ചത്തതായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങൾ നടങ്ങി മാത്രമേ പൂർണ്ണമായ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സ്ഥലത്തെത്തിയ വനം വകുപ്പ് സംഘം നടത്തിയ പ്രാഥമിക പരിശോധനയിൽ മത്സ്യബന്ധന വലയിൽ കുടുങ്ങിയ നിലയിലാണ് പാമ്പുകൾ ചത്തതെന്ന് സ്ഥിരീകരിച്ചു. അതേസമയം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി 4 പാമ്പുകളുടെയും ജഡങ്ങൾ വനം വകുപ്പ് ഏറ്റെടുത്തു. അനധികൃത മത്സ്യബന്ധനം നടന്നിട്ടുണ്ടോയെന്നും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒരേ സമയം 4 പെരുമ്പാമ്പുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പെരിയാർ തീരവാസികളിലും ആശങ്കയുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കേരളത്തിൽ ആദ്യമായി AI അധിഷ്ഠിത ലേസർ ശസ്ത്രക്രിയാ സൗകര്യമൊരുക്കി കൊച്ചിയിലെ VPS ലേക്ക് ഷോർ ആശുപത്രി. പൈൽസ്, ഫിസ്റ്റുല, വെരിക്കോസ് രോഗങ്ങൾക്ക് AI അധിഷ്ഠിത ലേസർ ചികിത്സയിലൂടെ ശസ്ത്രക്രിയയിൽ ഉയർന്ന കൃത്യത ഉറപ്പാക്കാനും താരതമ്യേന വേദന കുറച്ച് എളുപ്പത്തിൽ രോഗമുക്തി ലഭ്യമാക്കുന്നതിനും സാധിക്കുമെന്ന് ആശുപത്രിയിലെ മിനിമലി ഇൻവേസീവ് ശസ്ത്രക്രിയാ വിഭാഗം മേധാവിയും കൺസൾട്ടന്റുമായ ഡോക്ടർ R പത്മകുമാർ അറിയിച്ചു. ഫലപ്രദവും താരതമ്യേന വേദനാരഹിതവുമായ ബയോലുമിനസ് ലേസർ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. ഒരേ ഒരു ദിവസത്തെ ചികിത്സ മാത്രമാണ് ഇതിനാവശ്യമായി വരികയെന്നുള്ളതും പ്രത്യേകതയാണ്. മാനേജിംഗ് ഡയറക്ടർ SK അബ്ദുള്ള, CEO ജയേഷ് V നായർ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സൂർത്താറാം വിഷ്ണോയി, ഡോക്ടർ D മധുക്കർ പൈ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കശുവണ്ടി വിളവെടുപ്പ് കാലമായിട്ടും തറവില നിശ്ചയിക്കാത്ത സർക്കാർ നടപടിയിൽ കർഷകർ ആശങ്കയിൽ. വിപണിയിൽ റോസ്റ്റഡ് അണ്ടിപ്പരിപ്പിന് 100 ഗ്രാമിന് 170 രൂപ വരെ ഈടാക്കുമ്പോൾ കശുവണ്ടി കർഷകന് കിലോയ്ക്ക് പരമാവധി ലഭിക്കുന്നത് 150 രൂപ മാത്രം. കശുവണ്ടി സീസൺ ആരംഭിച്ചിട്ടും തറവിലയിൽ തീരുമാനമില്ലാത്തതിനാൽ സംസ്ഥാനത്തെ ആയിരക്കണക്കിന് കശുവണ്ടി കർഷകർ നിരാശയിലാണ്. ഏതാനും മൊത്തക്കച്ചവടക്കാരാണ് നിലവിൽ കശുവണ്ടി വിപണി നിയന്ത്രിക്കുന്നത്. സർക്കാർ ഇടപെടൽ ഇല്ലാത്തതിനാൽ സീസൺ ആരംഭത്തിൽ തന്നെ മോഹവില ഈടാക്കുന്നത് കർഷകരെ ഏറെ ആശങ്കയിലാഴ്ത്തുന്നു. നിലവിൽ 150 മുതൽ 120 രൂപ വരെയാണ് കിലോവിന് ലഭിക്കുന്നത്. പരിപ്പിന്റെ വില അടിസ്ഥാനമാക്കി കശുവണ്ടിയുടെ തറവില നിശ്ചയിക്കണമെന്ന ആവശ്യം കർഷകർ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. 250 രൂപയെങ്കിലും തറവിലയായി നിശ്ചയിക്കണമെന്ന് കർഷക കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. ഈ കാര്യം പലതവണ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അവഗണിക്കുകയാണ്. കശുവണ്ടിക്ക് ഇതുവരെയും ഗവൺമെന്റ് തടവില നിശ്ചയിച്ചിട്ടില്ല. 250 രൂപ കുറഞ്ഞ തടവില നിശ്ചയിച്ചുകൊണ്ട് സഹകരണ സംഘങ്ങളിൽ കൂടെ ഗവൺമെന്റ് സംഭരിക്കണം എന്ന് നിരവധി തവണ നിവേദനങ്ങളിൽ കൂടെ കർഷക കോൺഗ്രസ് ആവശ്യപ്പെടുകയുണ്ടായി. അത് ഇതുവരെയും ഗവൺമെന്റ് കേട്ടതായി പോലും ഭവിച്ചിട്ടില്ല. കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യം കൊണ്ട് കശുവണ്ടിയുടെ ഉൽപാദനം 50% കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കൂലിച്ചെലവും ഭീമമായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൃഷിക്കാരന് പിടിച്ചു നിൽക്കണമെങ്കിൽ 250 രൂപയിലധികം തടവില നിശ്ചയിച്ചുകൊണ്ട് ഗവൺമെന്റ് സംഭരിക്കണം. ഇല്ല എങ്കിൽ കശുവണ്ടി കർഷകർ കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകും. വിപണിയിൽ റോസ്റ്റഡ് മസാല അണ്ടിപ്പരിപ്പുകൾക്ക് 100 ഗ്രാമിന് മാത്രം 155 മുതൽ 170 രൂപ വരെ വില ഈടാക്കുമ്പോൾ കശുവണ്ടി കർഷകന് കിലോവിന് ലഭിക്കുന്നത് കേവലം 150 രൂപ എന്നത് വലിയ പ്രതിഷേധമുയർത്തുന്നു. 2 തവണ വേനൽ മഴ പെയ്താൽ കശുവണ്ടിക്ക് കറുപ്പടിച്ചെന്ന പേരിൽ വില കുത്തനെ കുറയ്ക്കുന്ന രീതികളും തറവിലില്ലാത്തതിനാൽ കശുവണ്ടി മേഖലയ്ക്ക് കടുത്ത വെല്ലുവിളിയാകുന്നു. ന്യൂസ് 18 കാസർഗോഡ്. ന്യൂസ് 18 സ്പെഷ്യൽ ഡേയിലേക്ക് നമുക്ക് പോകാം. മുള്ളൻകല്ല് സ്വദേശിനികളായ വിനീത് അനിഷ്മ ദമ്പതികളുടെ മകൾ ആമി എന്ന് വിളിക്കുന്ന മെലാനിയ റോസ്മോളുടെ 2ാം പിറന്നാളാണ് ഇന്ന്. ആമിമോൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് തൂലിക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രിയ കൂട്ടുകാർ. ഒപ്പം ന്യൂസ് 18ന്റെയും എല്ലാ ആശംസകളും മെലാനിയ റോസ്. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.